കസ്റ്റമർ പേയ്മെൻറ്റ്, വെൻഡർ പേയ്മെൻറ്റ്. സാധാരണഗതിയിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കൺസൾട്ടൻസ് ഒക്കെ ആണെങ്കിലും ചോദിക്കുന്നൊരു കാര്യമാണ്, ഒഡോയിൽ എന്തുകൊണ്ടാണ് ഈ കസ്റ്റമർ പേയ്മെൻറ്റ് എന്നും വെൻഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്? റെസിപ്റ്റ് വൗച്ചറും പേയ്മെൻറ്റ് വൗച്ചറും എന്നല്ലേ പറയേണ്ടത്? ഒഡോൻ്റെ കേസിൽ നോക്കുമ്പോൾ ഒരു സാധാരണ നോർമൽ ഒരാൾ വായിക്കുന്ന ഒരു ടെർമിനോളജി ഉണ്ടല്ലോ, അക്കൗണ്ടൻറ്റ്മാരല്ലാത്ത നോർമൽ ഒരാൾ കസ്റ്റമർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ തരുന്ന പേയ്മെൻറ്റും, വെൻഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെൻഡർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റും, ആ ഒരു രീതിയിലാണ് ഒഡോ അതിൻ്റെ ടെർമിനോളജി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അധിക കസ്റ്റമേഴ്സും ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. സ്റ്റാൻഡേർഡ് ഒഡോയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു മാർക്കറ്റിൽ കൂടുതലായിട്ട് വന്ന ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്തതാണ്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫംഗ്ഷനാലിറ്റീസിനൊന്നും കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്തില്ല, അതിന് പകരം ചെറിയ രീതിയിലുള്ളൊരു കസ്റ്റമൈസേഷൻ ചെയ്തു. അക്കൗണ്ടിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ വെൻഡേഴ്സിൽ പേയ്മെൻറ്റ്സ് കാണുന്നുണ്ട്, അതുപോലെ കസ്റ്റമേഴ്സിൽ പേയ്മെൻറ്റ്സ് അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. അതല്ലാതെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം. അത് സപ്ലയർ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണെങ്കിലും ഇനി അതിലെ എക്സ്പെൻസുകളാണെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ ത്രൂ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് ആണെങ്കിൽ നമുക്ക് സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കാം, അതിനപ്പുറത്തേക്ക് ഒരു എക്സ്പെൻസ് വരികയാണ്, ഒരു വിസേൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രിയിൽ പോയിട്ട് വേണം എൻട്രി ഇടാൻ. പേയ്മെൻറ്റ് വൗച്ചർ ത്രൂ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഡീഫോൾട്ട് ഒഡോയിൽ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് റെസിപ്റ്റ് വൗച്ചറും പേയ്മെൻറ്റ് വൗച്ചറും കാണാൻ പറ്റും. ദെൻ പേയ്മെൻറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുക്കുമ്പോൾ വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീൽഡ് വന്നിട്ടുണ്ട്. ഈ വൗച്ചർ ടൈപ്പിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലിയുള്ള സപ്ലയർ പേയ്മെൻറ്റ്, അവർ ബില്ലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം ആദ്യം അഡ്വാൻസ് ആയിട്ട്. ആ ഒരു കേസാണ് അതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി എക്സ്പെൻസിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് മൾട്ടി ലൈൻ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മൾട്ടി ലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാങ്ക് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് ക്രെഡിറ്റ് തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതേ സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെൻറ്റുകൾ വരികയാണ് ഇവിടെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സ്പെൻസുകൾ വരികയാണ്. ഇപ്പം വിസ എക്സ്പെൻസ് അല്ല നോർമൽ എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം, പാർട്ട്ണർ ആവശ്യമില്ല, അക്കൗണ്ട് കൊടുക്കാം. ഈ അക്കൗണ്ട് ഞാൻ നോർമലിയുള്ള എക്സ്പെൻസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു, അതിൻ്റെ എമൗണ്ട് 100 കൊടുത്തു. ദെൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം, അക്കൗണ്ട് അതർ അഡ്വർടൈസിങ് എക്സ്പെൻസസ് കൊടുത്തു. ഇവിടെ നമുക്ക് കോസ്റ്റ് കൊടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. വാറ്റ് ഉണ്ടെങ്കിൽ വാറ്റ് കൊടുക്കാം, ഇത് ഞാൻ 50 കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ 150 ആണ് ടോട്ടലിയുള്ള താഴത്തെ എക്സ്പെൻസ് ലൈൻ, ഡെബിറ്റ് സൈഡ്. സോ ആ ഒരു 150യുടെ മേലെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ കൺഫേം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ജേണൽ എൻട്രി ജനറേറ്റ് ആയിട്ടുണ്ട്. ജേണൽ എൻട്രി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ജേണൽ എൻട്രി എടുക്കുന്ന നോക്കുന്ന സമയത്ത് ജേണൽ ബാങ്ക് തന്നെയാണ്. നോർമലി നമ്മൾ ഡിഫോൾട്ടായിട്ട് ഇടുമ്പോൾ ജേണൽ എൻട്രി പോയിട്ട് മിസലേനിയസിൽ പോയിട്ട് വേണം ഇടാൻ. അതല്ലെങ്കിൽ പിന്നെ അക്കൗണ്ടിങ് ഡാഷ്ബോർഡിൽ നിന്ന് ബാങ്ക് വഴി ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു കൺവീനിയൻറ്റ് ഓപ്ഷൻ അല്ല. ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ പ്രിൻ്റ് എടുത്ത് അപ്രൂവൽ, ഫസ്റ്റ് അപ്രൂവൽ, സെക്കൻഡ് അപ്രൂവൽ, FCൻ്റെ അപ്രൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്പനീൻ്റെ ഉള്ളിലൊരു ഓപ്പറേഷൻ ഫ്ലോ ഉണ്ടല്ലോ, വർക്ക് ഫ്ലോ, ആ വർക്ക് ഫ്ലോ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എത്ര തന്നെ നമ്മൾ ഡിജിറ്റലായി കഴിഞ്ഞാലും അധിക കമ്പനീസും ഹാർഡ് കോപ്പി കൊണ്ടുപോയി സൈൻ ഇട്ടിട്ടൊക്കെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. അപ്പം ഇതിൽ നമുക്കിപ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ 150 ക്രെഡിറ്റ് വന്നിട്ടുണ്ട്, എക്സ്പെൻസിൻ്റെ സൈഡ് അതർ അഡ്വർടൈസിങ് എക്സ്പെൻസും ഡെബിറ്റ് വന്നിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് എൻട്രി അവിടെ വീണിട്ടുണ്ട്. അതേപോലെ നമുക്ക് പേയ്മെൻറ്റ് ഇവിടെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലത്തിന് നമ്മൾ കൊണ്ടുവന്ന സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ നമ്മൾ ഉടൻ തന്നെ അത് അവൈലബിൾ ആക്കും. ഇനി അതെല്ലാം കമൻറ്റ് ചെയ്യാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മാർക്കറ്റിൽ ആവശ്യമുള്ളതും എന്നാൽ ഒഡോൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടാത്തതുമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാം, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓഡോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന നിങ്ങളെ വർക്കിന് എളുപ്പമാക്കുന്ന ഫീച്ചേഴ്സൊക്കെ വരാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡ്യൂൾ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇടാനുള്ള മെയിൻ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു യൂസ് കേസാണ്. അതിലിപ്പം മൾട്ടി ലൈൻ പേയ്മെൻറ്റ് വന്നു, സിംഗിൾ ലെഡ്ജർ ഉണ്ട്, അതുപോലെ തന്നെ അലൊക്കേഷൻ പേയ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. റെസിപ്റ്റ് വൗച്ചറിലാണെങ്കിലും ഇതേ കേസ് വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ എടുത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ഓണർ എടുത്തുനിന്ന് പാർട്ണർ എടുത്തുനിന്ന് പേയ്മെൻറ്റ് നമ്മൾ ബാങ്കിലേക്ക് റിസീവ് ചെയ്യണം. നമ്മൾ ജേണൽ എൻട്രി പോയിട്ട് ഇടണം. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് പാർട്ണർ അക്കൗണ്ട് ക്രെഡിറ്റ്, അതുപോലെ ബാങ്ക് ഡെബിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി പോയിട്ട് ഇടണം. അതിന് പകരം നമുക്ക് റെസിപ്റ്റ് വൗച്ചറായിട്ട് ഇത് ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഇതും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്.
താങ്ക് യു.